ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഒഴിവ് കഴിവുകൾ വേണ്ട എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. പുറപ്പാട് 7-ാം അധ്യായം 1-ാം വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്തു, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഭോഷന്മാരെ ജ്ഞാനികളാക്കുന്നവനാണ് കർത്താവ്. ശക്തരെ ലജ്ജിപ്പിക്കാൻ അവൻ ദുർബലരെ തിരഞ്ഞെടുത്തു. താനൊരു കുട്ടി മാത്രമാണെന്നും സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ യിരെമ്യാവിനെ അവൻ ശക്തനായ ഒരു പ്രവാചകനായി ഉയർത്തി. ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കാൻ അവൻ സ്വയം സംസാരശേഷിയും നാവും കുറഞ്ഞവനാണെന്ന് വിളിച്ച മോശയെ ഉപയോഗിച്ചു. ഇന്ന് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവന്റെ തിരഞ്ഞെടുപ്പ് എത്ര അത്ഭുതകരമാണ്! മഹത്തായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് മോശയുടെ എല്ലാ വൃദ്ധമായ ഒഴിവ് കഴിവുകളും കർത്താവ് തള്ളിക്കളഞ്ഞ് അവനെ ശക്തിപ്പെടുത്തി. ആദ്യം അവൻ മോശയുടെ ആത്മസംശയം നീക്കി. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കും എന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് മോശയോടൊപ്പമുണ്ടായിരുന്ന യഹോവ മിസ്രൈമിലെ എല്ലാ മന്ത്രവാദികളെക്കാളും ജ്ഞാനികളെക്കാളും എല്ലാ ജ്ഞാനത്തെക്കാളും വലിയവനാണെന്ന് അവൻ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു. മോശ പൊടി വായുവിലേക്ക് എറിഞ്ഞപ്പോൾ അത് കൊതുകുകളായി മാറി. ദേശം മുഴുവൻ ഈച്ചകളുടെയും വെട്ടുക്കിളികളുടെയും കൂട്ടത്തോടെ നിറഞ്ഞു. എണ്ണമറ്റ തവളകൾ മിസ്രൈമിലേക്ക് ചാടി. വെള്ളം രക്തമായി മാറി. നൈൽ നദിയിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം വമിച്ചു. 3 ദിവസത്തേക്ക് മിസ്രൈമിൽ കനത്ത കൂരിരുട്ടുണ്ടായി. ഈ എല്ലാ ബാധകൾക്കും പുറമെ മിസ്രൈമിലെ എല്ലാ ആദ്യജാതന്മാരെയും രാജകുമാരനെയും കർഷകനെയും കൊന്നൊടുക്കി. എന്നാൽ പെസഹ കുഞ്ഞാടിന്റെ രക്തം പുരണ്ട വാതിലുകളുടെ കട്ടളകൾ സ്ഥാപിച്ച ഇസ്രായേൽ മക്കൾ സംരക്ഷിക്കപ്പെടുകയും അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും ചെയ്തു. താമസിയാതെ അവർ അവരുടെ മുൻപിൽ ചെങ്കടലിനെ അഭിമുഖീകരിച്ചു. ഒരു വാക്കുച്ചരിച്ചുകൊണ്ട് ദൈവത്തിന് എളുപ്പത്തിൽ കടലിനെ വിഭജിക്കാമായിരുന്നു. എന്നാൽ മോശയിലൂടെ അത്ഭുതം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. മോശ തന്റെ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ പിളർന്നു. ഇസ്രായേൽ മക്കൾക്കായി വഴിമാറിയ അതേ ചെങ്കടൽ അവരുടെ എല്ലാ ശത്രുക്കളെയും അടച്ചു കളഞ്ഞു. പിന്നീട് മരുഭൂമിയിൽ അമാലേക്യർ യുദ്ധത്തിൽ ഇസ്രായേൽ മക്കളെ ആക്രമിച്ചു. ഒരൊറ്റ കൽപ്പനയിലൂടെ ദൈവത്തിന് അവർക്ക് എളുപ്പത്തിൽ വിജയം നൽകാമായിരുന്നു. എന്നാൽ വീണ്ടും മോശയിലൂടെ അത് ചെയ്യാൻ അവൻ തിരഞ്ഞെടുത്തു. മോശ തന്റെ വടി ഉയർത്തിയപ്പോൾ ഇസ്രായേൽ വിജയിക്കുകയും യുദ്ധം ജയിക്കുകയും ചെയ്തു. പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ ശക്തികളും ദാനങ്ങളും കൊണ്ട് സജ്ജരാക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭയങ്ങളും ഒഴിവ് കഴിവുകളും മാറ്റിവെച്ച് നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കുമോ? അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 12-ാം അധ്യായം 10-ാം വാക്യം. മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിഭജനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 116, 117, 118 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 7-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.